ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി 2026 ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട 3 ഔദ്യോഗിക അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ജൂലൈ മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ അപ്ഡേറ്റ് പെൻഷൻ തുക വർധനവ് സംബന്ധിച്ചതാണ്. നിലവിൽ കേരളത്തിൽ വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ ഉൾപ്പെടെ എല്ലാ ക്ഷേമ പെൻഷനും പ്രതിമാസം 2000 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി പദ്ധതികളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുന്നത്. ഇതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ബജറ്റ് അനുമതിയും 2026 ജൂൺ 19 നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ വർധനവ് സംബന്ധിച്ച വ്യക്തമായ പ്രഖ്യാപനം നടത്തും. ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം സാമൂഹ്യനീതി വകുപ്പ് ഇതിനനുസൃതമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ജൂലൈ മാസം മുതൽ പുതുക്കിയ നിരക്കിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ അപ്ഡേറ്റ് വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ചതാണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ജീവൻ സർട്ടിഫിക്കേഷൻ എന്ന നിലയിൽ ഓരോ വർഷവും വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. 2026 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മഴക്കാലത്തിന് ശേഷം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുന്നതാണ് സാമൂഹ്യനീതി വകുപ്പ് അറിയിക്കുന്നത്. കൃത്യമായ തീയതി നടപടിക്രമവും സർക്കാർ ഔദ്യോഗികമായി പിന്നീട് അറിയിക്കും. മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കളുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തിവെക്കുന്ന നടപടിയും ഉണ്ടാകും. പിന്നീട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശികയായി നൽകും. മരണപ്പെട്ട ഗുണഭോക്താക്കളുടെ പേരിൽ പെൻഷൻ തുടരുന്നത് തടയുന്നതിനുള്ള നടപടിയാണ് മസ്റ്ററിംഗ്. അതിനാൽ സർക്കാർ അറിയിക്കുന്ന നിശ്ചിത തീയതിക്കുള്ളിൽ എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ സംബന്ധിച്ചതാണ്. ക്ഷേമ പെൻഷൻ അർഹതയുള്ള കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഇത് ഉറപ്പിക്കുന്നതിനായി പഴയ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ 2026 ജൂൺ 30 അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. പുതുതായി പെൻഷൻ അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടാകും. അവർക്ക് വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. ജൂൺ 30 നിശ്ചിത തീയതിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളുടെ പെൻഷൻ ജൂലൈ മാസം മുതൽ നിർത്തിവെക്കുന്ന നടപടി സാമൂഹ്യനീതി വകുപ്പ് സ്വീകരിക്കും. പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും ജൂലൈ മാസത്തെ പെൻഷൻ തുക ലഭിക്കില്ല. അതിനാൽ അർഹരായ എല്ലാ ഗുണഭോക്താക്കളും ഉടൻ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. ഇതുകൂടാതെ ബാങ്ക് അക്കൗണ്ട് ഡോർമെന്റ് ആയിരിക്കുന്ന ഗുണഭോക്താക്കൾ ഉടൻ തന്നെ ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് സജീവമാക്കണം. 2 വർഷം തുടർച്ചയായി സാമ്പത്തിക ഇടപാട് നടത്താത്ത ബാങ്ക് അക്കൗണ്ടുകൾ ബാങ്കുകൾ ഡോർമെന്റ് ഭാഗത്തിലേക്ക് മാറ്റും. ഡോർമെന്റ് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. മൊബൈൽ നമ്പർ മാറിയ ഗുണഭോക്താക്കൾ ബാങ്കിൽ ചെന്ന് പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന SMS അലർട്ട് ലഭിക്കുന്നതിന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പെൻഷൻ തുക ലഭിച്ചില്ലെങ്കിലോ തുക കുറഞ്ഞു ലഭിച്ചാലോ കുടിശ്ശിക ലഭിച്ചില്ലെങ്കിലോ ഉള്ള സാഹചര്യങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് 0471230000 എന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാം. ഇതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയും പരാതി നൽകാനായിട്ട് സാധിക്കും. പരാതി രജിസ്റ്റർ ചെയ്ത് 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പരിഹാര നടപടി സ്വീകരിക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ചുരുക്കത്തിൽ 2026 ജൂൺ മാസത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ജൂൺ 19 സംസ്ഥാന ബഡ്ജറ്റ് സംബന്ധിച്ച വിവരം അറിയുക. വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ സമർപ്പിക്കാത്തവർ ജൂൺ 30 മുമ്പ് ബന്ധപ്പെട്ട ഓഫീസിൽ സമർപ്പിക്കുക. ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്നും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഈ നടപടികൾ പൂർത്തിയാക്കിയാൽ ജൂലൈ മാസം മുതൽ പുതുക്കിയ നിരക്കിൽ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.